അപ്പൊ അവന് ഉറക്കവും ഇല്ല മയക്കവും ഇല്ല, അവ നിങ്ങളുടെ കാവൽക്കാരനാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്നിട്ട് ഇപ്പൊ നമ്മളിത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കൊന്നും മനസ്സിലാവണില്ല. എന്നാൽ കുറച്ച് സമയം നമ്മളൊന്ന് സ്പേസിലേക്ക് പോവാന്ന് വിചാരിക്കും. അവിടെ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കും. ഓരോ ഗ്രഹങ്ങളെയും അതിന്റെ നിശ്ചിത ഭ്രമണ പഥത്തിൽ അതിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി ആവട്ടെ, സൂര്യനാവട്ടെ, ഓരോ ഗ്രഹങ്ങളും റൊട്ടേഷനിൽ ഒരു മാറ്റം വരുത്താതെ അള്ളാഹു അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ബൈബിള് പഠിച്ചാലും ഭഗവത്ഗീത പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും ഇനിയിപ്പോ വേദങ്ങൾ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കുന്നത് സൃഷ്ടാവിന്റെ ഈ കൈകൾ എന്ന അംശത്തിന്റെ പ്രവൃത്തിയാണ് ഈ ഒരു സിസ്റ്റം എന്നുള്ളത്. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ ശരിക്കും പറയുന്നത്. അവനാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്, അവന് ഉറക്കമില്ലാന്ന്. കാരണം നമ്മൾ 24 മണിക്കൂറിൽ ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട്. അള്ളാഹു ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് ഉറക്കമില്ല, റെസ്റ്റ് ഇല്ല. നമുക്ക് വേണ്ടിയിട്ടാണ് 24 hours ഒഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ 50 വക്ത് നിസ്കരിക്കേണ്ട സ്ഥാനത്ത് വെറും 5 വക്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 5 വക്ത് നിസ്കരിച്ചാൽ മതിയാവോ? 24 hours നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു നന്ദി നമ്മൾ കാണിക്കണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്, നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവനാണെന്ന്. അവന് ഉറങ്ങുകയില്ല, അവന് കാവൽക്കാരനാണ്, അവന് മയക്കവുമില്ലാന്ന്. ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സൃഷ്ടാവിന്റെ മഹത്വമാണ്. ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ട് എന്താ കാര്യം? എന്നിട്ട് ഇവിടെ പറയുന്നത്, അവിടെ നിന്ന് നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണലാകുന്നു എന്ന്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വലത് ഇടതെന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ അംശങ്ങൾ എവിടെയാണോ അതിന്റെ ഘടനയിലും ഈ പ്രപഞ്ചത്തിന്റെ ചില ഘടനയിലേക്കാണ് നമ്മൾ ഈ ബോഡി കിടക്കുന്നത്. അപ്പോൾ നമ്മളെ വലത് ഭാഗത്ത് എന്ന് പറയുമ്പോൾ സ്വർഗം, നമ്മളെ ഇടത് ഭാഗത്താണ് നരകം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വലത് ഭാഗത്ത് നിനക്ക് തണലാണെന്ന്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വലത് സൈഡിലേക്ക് കിടന്നാൽ ഒരുപക്ഷെ നമുക്ക് നല്ല ഉറക്കം കിട്ടും, നല്ല സ്വപ്നങ്ങൾ കാണും. എന്നാൽ ഇടത് സൈഡ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുക. അതാണ് വലതു ഭാഗത്ത് നിനക്ക് തണലാകുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് ഇതിന്റെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ ചുരുക്കി പറഞ്ഞെന്നേ ഉള്ളൂ.